അല്ല എപ്പോഴാ പോകുന്നത്? 4 മണിക്കാ പോകുന്നേടാ. ഞാനോ? ഞാൻ 4 മണിക്ക് ഇങ്ങോട്ട് വന്നേടി. അവള് വരുമ്പോ അങ്ങോട്ട് കയ്യെ പിടിച്ച് ഇങ്ങോട്ട് കയറ്റുന്നു. ഒന്ന് തുറക്കി ജയില് ആ പാവാടേ Yeah. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ജാനിക്കുട്ടിയുടെ ബർത്ത്ഡേ ആട്ടോ. വൈകിട്ട് കേക്കൊക്കെ നമ്മുടെ ഫാമിലിയിൽ തന്നെ ഉള്ള ഒരു ആള് നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ചെരുപ്പിട്ടുണ്ടോ പരിക്കറിയോ? അപ്പം ജാനിക്കുട്ടിയുടെ കേക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കേക്കിന്റെ ഓർഡർ കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മുടെ ഫാമിലി മെമ്പറാണ് നമുക്ക് ജാനിക്കുട്ടിയുടെ പിറന്നാൾ കേക്ക് റെഡിയാക്കി തന്നിട്ടുള്ളത്. അതായത് ഈ ഗിഫ്റ്റ് കൊണ്ടുപോകുന്നില്ലേ, അത് ഞാൻ പൊതിയാൻ പോവാ കേട്ടോ. പൊതിഞ്ഞ് അങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ ജാനിക്കുട്ടിക്ക് കൊടുക്കാൻ ഞാൻ മേടിച്ച ഡ്രസ്സൊക്കെ ഇന്നലെ കാണിച്ചില്ല. അപ്പൊ പിന്നെ അതിനകത്തെ കുഞ്ഞാലിക്ക് എന്തുവാ വളയും മാലയും അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം കൂടി മോനിക്കുട്ടൻ്റെ വകയായിട്ട് ഞാനത് ഗിഫ്റ്റ് പാക്ക് ചെയ്ത് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബോക്സ് ഒക്കെ എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ അതൊന്ന് പാക്ക് ചെയ്യണം. പിന്നെ വേറെ എന്താ വിശേഷം? ഞാനത് പാക്ക് ചെയ്യണം. പിന്നെ കുറച്ച് ബർത്ത്ഡേ ബലൂൺ 2-3 ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വലിയ ബലൂണില്ല, അതിവിടെ ഇരിക്കുന്നു. അതും കൂടി അങ്ങോട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞ് ജാനിക്കുട്ടിയുടെ ബർത്ത്ഡേ കേക്ക് മുറിക്കും. പിന്നെ എല്ലാ ആരോഗ്യ സൗഖ്യങ്ങളും കുഞ്ഞിനുണ്ടാവട്ടെ എന്ന് എൻ്റെ പ്രിയങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. നിങ്ങളിൽ ഒത്തിരി പേർക്ക് ജാനിക്കുട്ടി ഇഷ്ടമുള്ളവരുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. പിന്നെ ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഇന്നത്തെ വിശേഷങ്ങളുടെ കൂട്ടത്തിൽ ഒരു കാര്യം പറയാനുണ്ട്. പറ്റുവാണെന്നുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ പിന്നെ നാളത്തെ വീഡിയോയിലായിരിക്കും. എന്തായാലും ഞാൻ ഒന്ന് പാക്ക് ചെയ്ത് കൊടുക്കട്ടെ, മോനിക്കുട്ടന് കൊടുക്കാനുള്ളത്. ഞാൻ പേപ്പറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും വന്നത്. ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, എന്നാലും അവൻ്റെ ആഗ്രഹത്തിന് ഒരു കുഞ്ഞു പൊതി. ഇത് നമ്മൾ TV കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ കേബിള് പോയതായിരുന്നു. അത് മൊത്തം ഓർഡർ ചെയ്ത് അത് ആമസോണിൽ നിന്ന് വന്നതാണ്. ഗിഫ്റ്റ് പൊതിയാനുള്ള ടേപ്പ് മേടിച്ചു. ഇതൊരിക്കലും ഇവിടെ കാണത്തില്ല, 3-4 വാങ്ങിച്ചു. പിന്നെ പാലും നാളെ ഉപ്പുമാവ് ഉണ്ടാക്കാവുന്നതുകൊണ്ട് പഴവും വാങ്ങിച്ചിട്ടുണ്ട്. പാക്ക് ചെയ്യട്ടെ. ഫോണിന് ചാർജില്ല, കുത്തി ഇടട്ടെ കേട്ടോ. വീഡിയോ ഒക്കെ എടുക്കേണ്ടതുകൊണ്ട് കുത്തി ഇടട്ടെ. ഇതാണ് മോനിക്കുട്ടൻ്റെ വക ഗിഫ്റ്റ്. ഞാൻ ഇതെല്ലാം പാക്ക് ചെയ്തു. ഇതിനകത്ത് കുറച്ച് ചോക്ലേറ്റും, വളരെ കുറച്ച് ചോക്ലേറ്റും, പിന്നെ തലയിലിടുന്ന ബണ്ണും, എന്തോ ഹെയർ ബോയും, വളയൊക്കെ വാങ്ങിച്ചിട്ട് അതാട്ടോ. അതെല്ലാം കൂടി ഇതിനകത്ത് പാക്ക് ചെയ്തേക്കുക. പിന്നെ ഞാൻ ഡ്രസ്സ് മേടിച്ചൊന്നും പാക്ക് ചെയ്തില്ല. അത് ഗിഫ്റ്റ് പാക്കായിട്ടൊന്നും വെച്ചില്ല. ഇത് മോനിക്കുട്ടൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ പാക്ക് ചെയ്തേ കേട്ടോ. പിന്നെ ബർത്ത്ഡേ ബലൂണൊക്കെ എടുത്തു. നമുക്കങ്ങോട്ട് പോവാം. ചാർജ് കുറവാണ്, കൊണ്ടുപോയി ചാർജ് ചെയ്യാം. അതൊക്കെ എടുത്തോണ്ട് അങ്ങോട്ട് പോവാം കേട്ടോ. താത്ത പിടിയായിട്ട് എന്നിട്ടിങ്ങനെ അയ്യോ മൂന്നാമത്തെ ഫോട്ടോ അതിന്റെ ഇടയ്ക്ക് നോക്കാം. എക്സ്പ്രഷൻ എന്തോ നോക്കട്ടെ.
3 ബലൂണേ ഉള്ളൂ. മൊത്തം വീർപ്പിക്കണം. രണ്ട് സൈഡിലോട്ട് പറഞ്ഞോ പറഞ്ഞോ. ഞങ്ങളുടെ പഴയ വീട്ടിലെ അതെന്തോ ആയാലും നമ്മൾ നടത്തിയെടുക്കുമല്ലോ. നല്ല കോമഡിയാ. ഞാനിവിടെ ഫോട്ടോ ഒക്കെ ഉണ്ടേ. കുഞ്ഞിന് കൊടുത്തേ ഞാൻ പൊട്ടിച്ചാടി. നല്ല മോന്ത കേട്ടോ. ഇച്ചൂടെ സൂം ചെയ്യട്ടെ. മാമിയുടെ മോന്ത എല്ലാരും കണ്ടോ? ഓന്ത കാണിച്ചു. ഞാൻ തുമ്പത്ത് വെച്ച പൊട്ടിച്ചു കളയാണ്. നോക്കിട്ട് വിളിക്കാം. നാമത്തെ സോറി എടാ എന്നാടാ കൊച്ചർക്ക് ഈ ഉടുപ്പിടാ. വേണ്ട ഈ കൊടുക്കും. തുറക്കാൻ വേണ്ട. കത്രി എടുത്തോണ്ട് വന്നേ. കത്രി എടുത്തോണ്ട് വാ. എന്റെ പാവക്കുട്ടി പോയി. ഞാനൊന്ന് എടുത്ത് വെക്കട്ടെ. നിക്ക്. അല്ല ഇത് അടിയന്റെ അത് ലോക്ക് ശരിക്കാണ്. അത് ഒരെണ്ണം പൊട്ടിയിരിക്കും. എടാ അത് ശരിക്കാണോ വെച്ചേക്കുന്നത്? മോനും അത് വെച്ചത്. അവിടെ ഒഴിഞ്ഞിരിക്കല്ലേ ഒരു സൈഡ്. ഇച്ചിരി കുറച്ച് എന്ത് പറ ഗൈസ് ഇന്നെ? ഹലോ ഗൈസ് പറഞ്ഞേ ഒന്ന്. കുറച്ചടച്ച് നോക്കിക്കേ ജാനി. ഇതിലോട്ട് നോക്കി. കൈ താത്തിട്ടേ. എടി നല്ലോട്ടം ചിരിച്ചേടി. താടി താത്തി വെച്ചേ. മുഖം ചിരിച്ചേ. നല്ല ചിരിക്കേ. ഒന്ന് സന്തോഷത്തോടെ പറ. അങ്ങനെയാണോ പറയുന്നത്? ഒന്നുകൂടെ പറഞ്ഞേ. ഒന്ന് പറഞ്ഞേ. ഹലോ ഗൈസ്, എന്റെ ബർത്ത്ഡേ. നമ്മളെ കേക്ക് കുടിക്കാൻ നിന്നാ മതി. ഹാപ്പി ബർത്ത്ഡേ പറയണേ. അങ്ങനെ തന്നെ അങ്ങനെ തന്നെ. മുറിക്കട്ടെ മുറിക്കട്ടെ എവിടെ മുറിക്കണ്ടേ? ആദ്യം ഒരു ഓർഡർ പറഞ്ഞു കൊടുത്തിട്ട് ഇല്ല പിന്നെ ഇനി അവിടെ കിടന്ന് മുറിച്ചോ? ബട്ടർഫ്ലൈ ഇപ്പുറത്തോട്ട് അങ്ങ് മുറിച്ചോക്കളെ. ഈ കൈപ്പിടി മുറിക്കുകയാണേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ജാനിക്കുട്ടി.
ഓ എന്റെ ദൈവമേ. ഹായ്. കേക്ക് കഴിക്കുന്നേ. ഇനി എല്ലാവർക്കും കൊണ്ട് കൊടുക്കണം. നമ്മളെ കൊണ്ട് അവ കുടിച്ചിട്ട് കൊടുപ്പിക്കടി. അപ്പാപ്പി കൊണ്ട് കൊടുക്കാം. കുഞ്ഞാണ് കൊടുത്തേ. കൊടുത്തല്ലേ? അവന്റെ കൈ കൊടുക്കാൻ പറ്റില്ല. ഇത് പിടി, ഞാൻ മുറിച്ചു കൊടുക്കാം. അപ്പാപ്പി കൊണ്ട് കൊടുക്കും. ചിലവൊന്നും കൊടുത്ത് പിള്ളേർക്ക് കൊടുക്കും. ഓ അത് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. ബട്ടർഫ്ലൈയും ഹാപ്പി ബർത്ത്ഡേ കഴിക്കാൻ പറ്റില്ല. ബാക്കിയെല്ലാം കഴിക്കാൻ പറ്റില്ല. നിനക്ക് തരുവാ, നിനക്ക് തരാതിരിക്കുവാ. വീഡിയോ ആണോ? അമ്മമ്മയ്ക്ക് കൊടുക്കാം. അമ്മമ്മയ്ക്ക് കൊടുക്കാം. എല്ലാവർക്കും വായിൽ ഇച്ചിരി കൊടുത്തിട്ട് പിന്നെ ഇനി അമ്മമ്മയ്ക്ക് കൊടുക്ക. അതെടുക്ക അമ്മമ്മയ്ക്ക്. ഇവിടെ പണി ചെയ്യും. നിനക്ക് തരാൻ ആ കേക്ക് എടുക്ക. ഇച്ചിരി മോന് ഞാൻ രക്ഷപ്പെട്ടതിനോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇച്ചിരി വലുതായിട്ട് കൊടുക്കില്ല. ഇനി അവന് കൊടുക്ക്. മോനുകുട്ടന് കൊടുക്ക്. ഒത്തിരിടം കൂടെ പോട്ടെ. അതിന്റെ ആർക്കാ? കുക്കോമയ്ക്കോട് കുപ്പിച്ചിരിക്കല്ലേ ആദ്യം കൊടുക്കണം. നമ്മള് കൊറേ കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നു. കുറെ നേരം ആയേ അമ്മേ മോള് അമ്മ മോളുടെ കുട്ടന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. എന്നെ മുറിക്കരുത്. രാമിന് കുറച്ച് കൊടുക്കും. കേക്ക് എങ്ങനെ ഉണ്ട് ജാനിക്കുട്ടി? ഇഷ്ടമില്ല. അടിപൊളി കേക്ക്. ഞാൻ ഇതെടുത്ത് കൊണ്ട് കൊടുക്കും. ഹാപ്പി ബർത്ത്ഡേ പറയാം. താങ്ക് യു. ഇത് മാമിയുടെ വകെ. മോനുകുട്ടന് സമ്മാനമാണത്. ഹാപ്പി ബർത്ത്ഡേ. മോനുകുട്ടൻ എന്ത് പറയാൻ പറ്റും? വളയും മാലയും പാൻറ്റും ബണ്ണും തിന്നാനുള്ള മണ്ണാണോ? തിന്നാനുള്ള ബണ്ണല്ല തലയിൽ. അമ്മ എനിക്ക് ഇതൊക്കെ വേണ്ടി വെച്ചിട്ട് ഈ ഉടുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മമ്മി. താങ്ക് യു വെരി മച്ച്. ഓ ഇപ്പഴേ തിന്നോ? നിന്റെ പിങ്ക് എടുത്തു. ഇത് കണ്ടോ ബലൂൺ? ഞാൻ എല്ലാ സാധനവും എടുത്ത് ഒരുമിച്ചെടുത്ത് വെക്കും. നാളെ പോകും അപ്പുറത്തോട്ട് പഠിപ്പിക്കണ്ട. ഒരു സാധനം ഇട്ടിട്ട് പോയി. അങ്ങനെ നമ്മൾ ജാനിക്കുട്ടിയുടെ പിറന്നാൾ കേക്കൊക്കെ മുറിച്ചു, ചോറൊക്കെ ഉണ്ടു. ചോറിന് ചിക്കൻ കറിയും പയറ് തോരനും മോരുകറിയായിരുന്നു കേട്ടോ. വേറെ വലിയ സ്പെഷ്യലായിട്ടൊന്നും ഇല്ലായിരുന്നു. കഴിച്ചു. മമ്മിയും കഴിക്കാൻ നിന്നില്ല. അവർ കറികളും ഒക്കെ കൊണ്ടുപോയി. ചോറ് അവിടെ ഉണ്ട്, അവരങ്ങി എന്ന് കഴിച്ചോളാന്ന് പറഞ്ഞ് ഞങ്ങൾ 3 പേരോട്ടിന്ന് കഴിച്ചു. എന്നിട്ട് ഇങ്ങോട്ട് വന്നു. പിന്നെ നാളത്തെ വീഡിയോയിൽ ഞാൻ പുതിയ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം കേട്ടോ. ഇന്നത്തെ ഇത് ഇവിടെ നമുക്ക് നിർത്താം. ഇനിയിപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറി കുറച്ച് ജോലികളൊക്കെ ഉണ്ട്, എല്ലാം തീർത്ത് ഒന്ന് കുളിച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കട്ടെ. എന്തോ അർജന്റായിട്ട് എഴുതുന്നു. എഴുത് ഞാൻ ഒറ്റ ഭാര്യക്ക് സാരെത്തി ഒരു പോയിന്റെങ്കിലും കിട്ടി. 4 ഉണ്ടായും. ഒരു കട്ടില് കിടക്കുന്നുണ്ടോ? അച്ചാച്ചന്റെ ആണ്. അച്ചാച്ചന്റെ കട്ടില്ല. ഞങ്ങളൊക്കെ കിടക്കുന്നത് വൃത്തിയായിട്ട്. അതെ.
ജട്ടിയുടെ കാര്യം ഒന്നും പറഞ്ഞില്ല, കട്ടിലിന്റെ കാര്യമാണ് പറഞ്ഞു. അത് ആ വിരിക്കാൻ ഏതൊരു സ്ഥലം വേണോ അതൊക്കെ. കട്ടിലേന് ഈ സാധനങ്ങൾ വെക്കാൻ അകത്ത് അലമാരിയുണ്ട്. അലമാരി വെക്കത്തില്ല. കാരണം എടുത്ത് തല വെച്ചോണ്ടിരി. അതിനകത്ത് സ്ഥലമില്ല. ആര് പറഞ്ഞു സ്ഥലമില്ലെന്ന്? ഈ തുണികളെല്ലാം അതിനകത്തിരുന്നതാ. കൂടുതൽ ഡയലോഗ് ഒന്നും പറയണ്ട. ശരിയാ, കൂടുതൽ ഡയലോഗ് ഒന്നും പറയണ്ട. ഇങ്ങനെ ആന കരിമ്പും കാട്ടി കയറുന്ന പോലെ ഈ മുറിക്കകത്തോട്ട് വന്നാല്. അയ്യോ, നാട്ടിലൂടെ റോസിന്റെ എന്തോ എന്തോ വായിക്കുവായിരുന്നു. കാടാ കേട്ടോ. കുടിക്കാൻ ഇച്ചിരി വെള്ളം തിളപ്പിക്കാൻ അങ്ങോട്ട് വെച്ചത്. കുളിയും ജപമൊക്കെ കഴിഞ്ഞു. ഞാൻ വീഡിയോയുടെ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാര്യം പറയാനുണ്ടോ എന്നൊക്കെ. വേറൊന്നുമല്ല കേട്ടോ, അമ്മ താമസിക്കുന്ന വീട്, അതായത് മുല്ലശ്ശേരിയിൽ എഴുതിയിരിക്കുന്ന എൻ്റെ വീട്, ആ വീട്ടില് നമ്മൾ ചിലപ്പോൾ ഇന്ന് ഈ ഒരു ദിവസത്തോടു കൂടി നമ്മുടെ താമസം അവസാനിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് അവിടുന്ന് മാറുന്നത്, അതിൻ്റെ കാരണം എന്താണ്, നമ്മൾ അവിടുന്ന് എന്തിനാണ് മാറി താമസിക്കുന്നത് എന്നൊക്കെ ഉള്ളതിൻ്റെ ഫുൾ വിവരങ്ങളൊക്കെ പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇടാം. അത് നിങ്ങളെ എന്താ പറയുന്നത് വിശദമായിട്ട് പറഞ്ഞ് തന്നെ വീഡിയോ ഇടാം കേട്ടോ. അപ്പം പിന്നെ എന്താ പറയുന്നത്, നമ്മളൊരു കയത്തിലേക്ക് എടുത്ത് ചാടുകയാണ്. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, നമ്മളൊന്നും മുന്നിൽ കണ്ടിട്ടില്ല, നമ്മളെ സഹായിക്കാൻ ആരുമില്ല, പക്ഷെ നമ്മൾ എടുത്ത് ചാടുകയാണ്. ചാടി അവിടെ നിന്ന് നമുക്ക് കരകയറാൻ പറ്റുമോ എന്നുള്ള ഒരു തീർച്ചയില്ല, ഏത് രീതിയിൽ അവസാനിക്കുമെന്നുള്ളതിനൊരു തീർച്ചയില്ല. എന്തായാലും നമ്മൾ ഇറങ്ങുകയാണ്. ഞാൻ ഇതിനെപ്പറ്റിയൊക്കെയുള്ള വിശദമായിട്ട് വീഡിയോ ഞാൻ അടുത്ത ദിവസം പറയാം കേട്ടോ. ഇന്ന് നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങ് നിർത്താമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാ രീതിയിലും ദൈവം കരുണ കാണിക്കും, ഞങ്ങളെ കൈവിടത്തില്ല എന്നുള്ള പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുകയാണ്. നമുക്ക് പറ്റുന്ന അത്രയും മുന്നോട്ട് പോവുക, കഴിയുന്നില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് അവസാനിപ്പിക്കുക. അത്രേ ഉള്ളൂ ഇതിനെപ്പറ്റിയുള്ള തീരുമാനം. ഇതിനകത്ത് എല്ലാവർക്കും ടെൻഷനാണ്. ഞാനൊരു തിരി കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ആ ഒരു വെളിച്ചത്തിൽ ഇങ്ങനെ പോവുകയാണ്, എല്ലാവരുടെയും മനസ്സിൽ കൂരിരുട്ടാണ്. അത്രേ ഉള്ളൂ ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പം ദൈവം വഴി നടത്തുമെന്നുള്ള പ്രതീക്ഷയോടെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ അങ്ങോട്ട് പോകാം. എൻ്റെ പ്രിയങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ. ഞാൻ ഇതിനെപ്പറ്റി എന്താണ് കാര്യം വിശദമായിട്ടെല്ലാം പറയാം, അടുത്ത വീഡിയോയിൽ പറയാം. ഇതുവരെ നമ്മൾ താമസിച്ചിരുന്ന ആ വീട്ടിലെ നമ്മളെല്ലാവരും ഒന്നിച്ചുള്ള ലാസ്റ്റ് വീഡിയോ ചിലപ്പം ഇന്നത്തെ ഈ വീഡിയോ ആയിരിക്കും. നാളെ മുതൽ നമ്മൾ വേറൊരു വീട്ടിലായിരിക്കും താമസം. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം, അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. നാളെ കാണാം കേട്ടോ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.